ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 6-ാം അധ്യായം 63-ാം വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവാണ് ജീവൻ നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ നമ്മുടെ ശരീരത്തിലെ തകർന്ന അവയവങ്ങൾക്ക് ജീവൻ നൽകുന്നു. അവൻ അവയവങ്ങളെ പുനർജീവിപ്പിക്കുകയും അവ പ്രവർത്തനക്ഷമമാകുകയും അവ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ യേശു വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടുകയും അത് നീട്ടാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ കൈ നീട്ടിയതുപോലെ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേലിറങ്ങി. അവൻ്റെ കൈ പുനഃസ്ഥാപിക്കപ്പെട്ടു, മറ്റേതുപോലെ ആരോഗ്യവാനായി. ഭൂമിയിൽ കർത്താവായ യേശുവിൻ്റെ കാലത്ത് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച 3 ആളുകളെക്കുറിച്ച് നാം വായിക്കുന്നു. തബീത കൂമി, ചെറിയ പെൺകുട്ടി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യായിറോസിന്റെ മകളെ ജീവിതത്തിലേക്ക് തിരികെ വിളിച്ചു. അവൻ നൈൻ്റെ വിധവയുടെ മകനെ ഉണർത്തി, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൻ ലാസറിനെ ശവകുടീരത്തിൽ നിന്ന് വിളിച്ചു, ലാസറെ, പുറത്തു വരൂ എന്ന് പറഞ്ഞു. എന്നിരുന്നാലും യേശു മരിച്ചപ്പോൾ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, എന്നാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് ജീവൻ നൽകും. ഇത് റോമർ 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗവും നിഷ്ക്രിയമോ ദുർബലമോ ആയിത്തീർന്നിരിക്കുന്നു. ഈ വാക്ക് മുറുകെ പിടിക്കുക. കർത്താവിനോട് ചോദിക്കുക. തീർച്ചയായും ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ ശരീരത്തിനും ജീവൻ നൽകും. വിശ്വസ്തദാസനായി യോബ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ നൽകുന്നു എന്ന്. ഇത് യോബ് 33-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. മനുഷ്യന് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് മനുഷ്യന്റെ മൂക്കിൽ ശ്വസിച്ചപ്പോഴാണ് അവനൊരു ജീവിയായി തീർന്നതെന്ന് ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അതെ, ആത്മാവാണ് ജീവൻ നൽകാൻ ശക്തിയുള്ളത്. ദൈവം ഈ സത്യം ചിത്രീകരിച്ചു. തന്റെ പ്രവാചകനായ എഹെസ്കേലിലൂടെ അവൻ എഹെസ്കേലിന് വരണ്ടതും ചത്തതുമായ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വര കാണിച്ചു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാൻ കഴിയുമോ? എഹെസ്കേൽ അസ്ഥികൾ വളരെ വരണ്ടതും ചത്തതുമാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് അവയിൽ വിശ്വാസമായി ഇല്ലായിരുന്നു. പക്ഷേ ദൈവമേ, നിനക്കറിയാം എന്ന് അവൻ മറുപടി നൽകി. ഇത് എഹെസ്കേൽ 37-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം എഹെസ്കേലിനോട് എങ്ങനെ ജീവൻ എല്ലുകളിലേക്ക് ശ്വസിക്കുമെന്ന് വെളിപ്പെടുത്തി. എഹെസ്കേൽ പ്രവചിച്ചതുപോലെ അസ്ഥികൾ ഒരുമിച്ച് വന്നു. ഒരു ബഹളവും അലർച്ചയും ഉണ്ടായി. അസ്ഥികൾ ഒന്നിച്ചു. എല്ലുകൾ മുതൽ അസ്ഥി വരെ ഞരമ്പുകളും മാംസവും അവരുടെ മേൽ വന്നു. തൊലി അവയെ മൂടി. അവരിലേക്ക് ശ്വാസം വന്നു. അവർ ജീവിച്ചു. അവരുടെ കാലിൽ നിന്നു അത്യധികം വലിയ സൈന്യമായി മാറി. ഇത് എഹെസ്കേൽ 37-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ആത്മാവ് തീർച്ചയായും ജീവൻ നൽകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 4, 5, 6 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.